ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ് ടു അസസ് യുവർ നോളജ് ഇസ് ടു ഡു മോർ ആൻഡ് മോർ ക്വസ്റ്റൻസ്. ഓക്കെ, അത് നമ്മൾക്ക് കൂടുതലും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ടെസ്റ്റ് സീരീസ്, അതുപോലെ തന്നെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ ആൻസർ ചെയ്യുന്നത് വഴിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ച LDC ടെസ്റ്റ് സീരീസ് 3 കഴിഞ്ഞു അല്ലേ? ഇനി 4ാമത്തെയാണ് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത്. സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി നമുക്കറിയാം 5 മാർക്കാണ് ഇതിൽ നിന്നുള്ളത്. അത്യാവശ്യം കോൺസെപ്റ്റ്സ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഒബ്വിയസ്ലി നമ്മൾ SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് ഇന്നത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്. നമ്മൾ അസോസിയേറ്റഡ് ഫാക്ട്സും, അതായത് ഓരോ ക്വസ്റ്റനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റും കൂടി അത്യാവശ്യം അറിയേണ്ടത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റൻ. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? പണാത്മക GDP യഥാർത്ഥ വളർച്ചയെ സൂചിപ്പിക്കുന്നു. വിവിധ കാലഘട്ടങ്ങളിലെ GDP മൂല്യങ്ങൾ താരതമ്യം ചെയ്യുന്നതിനായി സ്ഥിരവിലയിൽ GDP കണക്കാക്കുമ്പോൾ ലഭിക്കുന്നത് പണാത്മക GDP ആണ്. ഇപ്പോൾ GDP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് GDP. ഇപ്പോൾ GDP തന്നെ രണ്ട് തരത്തിലുണ്ട് അല്ലെ? നോമിനലും ഉണ്ട്, അതുപോലെ തന്നെ റിയലും ഉണ്ട്. ഓക്കെ, റിയൽ എന്ന് പറയുന്നതുണ്ട്. ഈ നോമിനൽ GDP ആണ് ആക്ച്വലി എന്ത് മലയാളത്തിൽ പണാത്മക GDP എന്ന് പറയുന്നത്. റിയൽ എന്ന് പറയുന്നതാണ് യഥാർത്ഥ GDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നോമിനൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി കറണ്ട് ഇയർ പ്രൈസിനെ ബേസ് ചെയ്തിട്ട് ഒരു വർഷത്തെ അല്ലെങ്കിൽ എന്താണ്, അതായത് കറണ്ട് ഇയറിൽ എന്താണോ അതിന്റെ പ്രൈസ് അതിനെ ബേസ് ചെയ്തിട്ട് കണക്കാക്കുന്ന GDP ആണ് ഇത് നോമിനൽ GDP എന്ന് പറയുന്നത്. എന്നാൽ റിയൽ GDP അത് ഒരു ബേസ് ഇയർ പ്രൈസ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കോൺസ്റ്റന്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതെന്താണ്, റിയൽ GDP ആണ്. ഓക്കെ, അല്ലെങ്കിൽ യഥാർത്ഥ GDP ആണ്. അപ്പോൾ നോമിനൽ നമുക്കറിയാം, നോമിനൽ എന്ന് പറഞ്ഞാൽ നാമം മാത്രം അല്ലെങ്കിൽ പേരിന് മാത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ നമുക്ക് ഒരു എന്താണ് പറയുക, രാജ്യത്തിന്റെ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ആ ബഡ്ജറ്റിന് പല കാര്യങ്ങളും നമ്മൾ എസ്റ്റിമേറ്റുകൾ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, ആ വർഷത്തെ സാധനങ്ങളുടെ എന്തിൻ്റെ ആണെങ്കിലും എന്താ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ അതിന്റെ എക്സ്പെൻഡിച്ചർ ഇടുന്നത് ആ സാധനങ്ങളിലേക്ക് അപ്പോഴത്തെ വിലേനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ബഡ്ജറ്റ് ആൻഡ് പ്ലാനിംഗ് പർപ്പസസിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന നോമിനൽ GDP ആണ്. എന്നാൽ നമുക്കൊരു രാജ്യത്തിന്റെ ഗ്രോത്ത് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്നത് എന്താണെന്നറിയോ, ഈ പറയുന്ന ബേസ് ഇയർ പ്രൈസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഇയർ പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ള റിയൽ GDP ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നോക്കി, ഇനി നമുക്കൊന്ന് നോക്കാം. പണാത്മക GDP യഥാർത്ഥ വളർച്ചയെ സൂചിപ്പിക്കുന്നു ആണോ? അല്ല, നോമിനൽ GDP അല്ലാതെ റിയൽ GDP ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? നെക്സ്റ്റ് നോക്കിയേ, വിവിധ കാലഘട്ടങ്ങളിലെ GDP മൂല്യങ്ങൾ താരതമ്യം ചെയ്യുന്നതിനായി സ്ഥിരവിലയിൽ GDP കണക്കാക്കുമ്പോൾ ലഭിക്കുന്നത് പണാത്മക GDP ആണ്. നമുക്ക് ഒരു രാജ്യത്തിന്റെ വളർച്ച അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ കാലഘട്ടങ്ങളിൽ എന്തറിയണം, ഇത് GDP അറിയണം. പക്ഷെ അത് എന്ത് ഒരു ബേസ് ഇയർ പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. എന്ത് ചെയ്യാം, നമുക്ക് താരതമ്യം ചെയ്യാൻ എപ്പോഴും എളുപ്പം ബേസ് ഇയർ പ്രൈസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഇയർ പ്രൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആക്ച്വലി എന്താണ്, പണാത്മകമാണോ? അല്ല, നമുക്ക് കിട്ടുന്നത് റിയൽ GDP ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അപ്പോൾ രണ്ടും തെറ്റാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, താഴെ പറയുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു ഇക്വേഷൻ ആണ്, അറിയാലോ. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നതാണ് അല്ലെ. ഒരു ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റ് പ്രൈസ് ഇടുന്നത് അതിന്റെ ആ ഒരു പ്രൊഡക്ഷന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെയൊക്കെ ഉള്ള മൂല്യമൊക്കെ എടുത്തിട്ടാണ് ഫാക്ടർ കോസ്റ്റ് ഇടുന്നത് അല്ലെ. ദെൻ പ്ലസ് ഒബ്വിയസ്ലി അതിന് എന്ത് വരും, ടാക്സസ് വരും, ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഗവൺമെന്റ് സബ്സിഡീസ് ഉണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യും, ലെസ് ചെയ്യും നമ്മൾ. അപ്പൊ അങ്ങനെ കിട്ടുന്നതാണ് ആക്ച്വലി എന്താ ഈ പറയുന്ന നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. അതാണ് MP അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി, നമുക്ക് ഏതൊരു സംഭവത്തിന്റെ ഇപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് കണ്ടുകൂടി, GDP അറ്റ് FC പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് FC കണ്ടുകൂടി, GDP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആയിരിക്കും. അതായത് നമ്മുടെ ഉത്തരം എന്താണ്, ഇതാണ്. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് അറിയേണ്ട ഇക്വേഷൻ ആണ്. ചിലപ്പോൾ മലയാളത്തിൽ തന്നെ അങ്ങനെ എക്സാക്ട് ആയിട്ട് ചോദിക്കണമെന്നില്ല, ഇങ്ങനെ ഇക്വേഷൻ ടൈപ്പ് ആയിട്ട് ചോദിക്കാമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഈ ഡിഗ്രി പ്രിലിംസിനൊക്കെ ഇക്വേഷൻ ആയിട്ട് തന്നെയാണ് കൂടുതലും ചോദിച്ചത്, ചിലതൊക്കെ മലയാളത്തിലാണെങ്കിൽ കൂടി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും കൂടെ മനസ്സിലാക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താ, GDP എന്ന് പറയുന്നതിന്റെ കൂടെ നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, GNP എന്ന് പറയുന്ന സംഭവം കിട്ടുക അല്ലെ. അറിയാലോ എല്ലാവർക്കും. അപ്പോൾ ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്താണ്, GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു നേഷന്റെ ഉള്ളിൽ അല്ലെ, ഒരു രാജ്യാതിർത്തിക്കുള്ളിൽ അതിന്റെ ഒരു ടെറിട്ടറിയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എന്താണ് മോണിറ്ററി വാല്യൂ ആണ് അല്ലെ. അവിടെ ഇന്ത്യക്കാരായവരും ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് വിദേശികളും ഉണ്ടാവും അല്ലെ, ആ ഒരു രാജ്യാതിർത്തിക്കുള്ളിൽ ചെയ്യുമ്പോൾ. അതേസമയം ഇന്ത്യക്കാരായ കുറെ പേര് പുറത്തുപോയി ജോലി ചെയ്യുന്നവരുണ്ടാവും, അവരുടെയൊക്കെ ഇൻകം നമുക്ക് കണക്കാക്കാണ്ടേ. ഒപ്പം നമ്മുടെ ടെറിട്ടറിയുടെ ഉള്ളിൽ, നമ്മുടെ രാജ്യാതിർത്തിക്ക് ഉള്ളിൽ എന്താണ് വിദേശികൾ പ്രൊഡ്യൂസ് ചെയ്തത് അതിന്റെ ഒരു മോണിറ്ററി വാല്യൂ ഉണ്ടാവും. അപ്പൊ അതിന്റെ ആ ഒരു ഡിഫറൻസ് ആണ് ആക്ച്വലി നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കണം കേട്ടോ. അങ്ങനെ ഒരു കോൺസെപ്ച്വലി നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഏത് രീതിയിൽ തലങ്ങും ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. സോ കൺസെപ്ച്വലി അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്, GDP എന്ന് പറയുന്നത് പോലെ GNP
അല്ലെ. ഇതിന്റെ കൂടെ നമ്മൾ ആക്ച്വലി ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാന ചെലവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം, കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ NNP കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ എന്ത് കിട്ടും, NDP എന്ന് പറയുന്ന സംഭവം കിട്ടും. ഇതിന്റെ ഡി ഇവിടെയുണ്ട്, അതുപോലെ ഇതിനുണ്ട്. അപ്പൊ അത് നെറ്റ് ആവുന്നത് എന്താ, സംതിങ് മൈനസ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, എന്തെങ്കിലും റിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കിട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. താഴെ പറയുന്നതിൽ സാങ്കേതികമായി ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത്, സാങ്കേതികമായിട്ട് ദേശീയ വരുമാനമായിട്ട് അറിയപ്പെടുന്നത് ഏതാണെന്നറിയോ, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ അറ്റ ദേശീയ ഉൽപ്പന്നം എന്നുള്ളതാണ്. മൊത്ത ദേശീയ ഉൽപ്പന്നം ഒന്നും അല്ല കേട്ടോ, മൊത്തം എന്ന് പറയുന്നത് GNP ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ NNP ആണ് കുറച്ചും കൂടി സാങ്കേതികമായിട്ട് ദേശീയ വരുമാനമായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. വരുമാന രീതി മൂല്യവർദ്ധിത രീതി എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ദെൻ ഉൽപാദന ഘടകങ്ങളിൽ നിന്നും ലഭിക്കുന്നവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. ദെൻ ചെലവ് രീതിയിലൂടെ കണക്കാക്കുന്ന ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്കാളിത്തവും സംഭാവനയും മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. ദെൻ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി. അപ്പോൾ നമ്മളോട് ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ഉണ്ട്. ആ 3 മെത്തേഡ്സിൽ ഒന്ന് എന്താണെന്ന് അറിയോ, പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപാദന രീതി എന്ന് പറയുന്ന സംഭവമാണ്. ദെൻ രണ്ടാമത്താണ് എന്ത്, വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെയാണ് എന്ത്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഉൽപാദന രീതി ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിൽ നിന്നുള്ള ഇതേപോലെ പറഞ്ഞ പോലെ എന്താണ് സംഭാവനയും അതിൻ്റെ ആ ഒരു പങ്കാളിത്തമൊക്കെ എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെയും ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ആകെ മോണിറ്ററി വാല്യൂ, അതായത് പണമൂല്യം കണ്ടെത്തി നാഷണൽ ഇൻകം തയ്യാറാക്കുകയാണെങ്കിൽ അതെന്താണ്, പ്രോഡക്റ്റ് മെത്തേഡാണ്. ഓക്കെ, ദെൻ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് സംഭവങ്ങളില്ലേ, പാട്ടം, വേതനം, പലിശ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻകം മെത്തേഡാണ്. അല്ലാതെ നമ്മൾ ഒരു രാജ്യത്തിന്റെ എന്താ പറയുക, ഒരു വർഷത്തിലെ വ്യക്തികളും സ്ഥാപനങ്ങളും അതുപോലെ ഗവൺമെന്റും ഒക്കെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തിയിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എക്കണോമിക്സിന്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം അല്ലേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നതിൽ നമുക്കറിയാവുന്നത് എലിമിനേറ്റ് ചെയ്തും അല്ലാത്തതൊക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഇരിക്കട്ടെ. രണ്ടാമത്തെ നോക്കാം. ഉൽപാദന ഘടകങ്ങളിൽ നിന്നും ലഭിക്കുന്നവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. ശരിയാണ്, അതാണ് ഇൻകം മെത്തേഡ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ദെൻ രണ്ടാമത്തെ നോക്കി, ചെലവ് രീതിയിലൂടെ കണക്കാക്കുന്ന ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്കാളിത്തവും സംഭാവനയും മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു അല്ലേ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിന്റെ ആ ഒരു എന്താ പറയുക, ആ മേഖലകൾ, വിവിധ മേഖലകൾ എന്ന് പറയുന്നതാണല്ലോ, അതിന്റെ പങ്കാളിത്തവും സംഭാവനയൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ കൂടുതൽ സഹായിക്കുന്ന ഏതാണ്, ഉൽപാദന രീതി അഥവാ പ്രോഡക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇതെല്ലാം തെറ്റാന്ന് മനസ്സിലായല്ലോ. ദെൻ ലാസ്റ്റത്തെ നോക്കി, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിന്റെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തിയ നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുകയാണെങ്കിൽ അത് എന്ത് രീതിയാണ്, പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപാദന രീതിയാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ആദ്യത്തെ നോക്കി, വരുമാന രീതി മൂല്യവർദ്ധിത രീതി എന്ന് അറിയപ്പെടുന്നു. അല്ല കേട്ടോ, മൂല്യവർദ്ധിത രീതി എന്ന് ആക്ച്വലി അറിയപ്പെടുന്നത് ഈ പറയുന്ന ഉൽപാദന രീതിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണെന്നറിയോ, B and D എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ തെറ്റായ 2 സ്റ്റേറ്റ്മെന്റ്സും ആക്ച്വലി എന്ത് രീതിയെ കുറിച്ചായിരുന്നു, വരുമാന രീതിയും ചെലവ് രീതിയും അല്ല, പകരം അത് പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപാദന രീതിയെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തി ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കി, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തരം VKR റാവു ആണ് കേട്ടോ. അപ്പോൾ എന്നാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കണക്കാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PC മഹലനോബിസ് ആണ്. ഓക്കെ, എന്നാൽ 1867-68 ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു എന്താ പറയുക, ദേശീയ വരുമാനവും അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനവും ഒക്കെ കണക്കാക്കിയ വ്യക്തി ആരാണ്, ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 2022-23 വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ആൻസർ 7.2% ആണ് കേട്ടോ. ഇതെന്തായാലും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. 23-24 കാര്യങ്ങൾ, ബഡ്ജറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യം മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് പോലീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പറയുന്നതിൽ ഈ 22-23 കൃഷിക്കൊക്കെ ആക്ച്വലി എത്രയായിരുന്നു അറിയോ, വളർച്ചാ നിരക്ക് പറയുകയാണെങ്കിൽ 4% എന്നാൽ കെട്ടിട നിർമ്മാണമൊക്കെ എത്രയാണെന്നറിയോ, 10%. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് ബേസിക് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ചോദ്യം നോക്കി, NSOയുടെ തലവൻ ആര്? എന്താണ് NSO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല കേട്ടോ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ NSO. അപ്പോൾ ഇതിന്റെ തലവൻ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാന്നറിയോ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ്
പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ സെക്രട്ടറിയാണ് ഇതിന്റെ തലവൻ. ആക്ച്വലി NSO എന്ന് പറയുന്നത് CSOയും NSOയും NSSOയും കൂടി ലയിച്ചു ചേർന്നാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ CSO എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓഫീസ് എന്നാണ് കേട്ടോ. ഓർഗനൈസേഷൻ എന്നുള്ളത് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു നെയിമാണ്, പിന്നീട് 1951 മാറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നാണ് NSSO. അത് 1950 നിലവിൽ വന്നതാണ് കേട്ടോ. ഇത് 1951 അങ്ങനെ ലയിച്ചു ചേർന്നാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വന്നത്. 2019 മെയ് 23 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന NSOക്ക് അംഗീകാരം നൽകിയത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ചോദ്യം നോക്കി, താഴെ പറയുന്നതിൽ മാനവ വികസന സൂചികയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? അപ്പോൾ കുറേയധികം ഇൻഡൈസസുകൾ നമുക്ക് ഉണ്ടെന്ന് അറിയാമല്ലോ. മാനവ വികസന സൂചിക, അതുപോലെ തന്നെ എന്താണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക അഥവാ PQLI എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ ധാരാളം ഇൻഡെക്സുകളുണ്ട്. അപ്പോൾ ഈ ഇൻഡെക്സുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ, കാരണം അത് ചോദിക്കാറുണ്ട് പലതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി നമുക്കുള്ളത് ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഈ പറഞ്ഞ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്ന PQLI, അതായത് ഭൗതിക ജീവിത ഗുണ നിലവാര സൂചിക. പിന്നെ ഈ പറഞ്ഞ മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള മാനവ സന്തോഷ സൂചിക അഥവാ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പ്രതിശീർഷ വരുമാനം. ഓക്കെ, പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കുന്നത്, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇൻഡെക്സുകൾ നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. അതുപോലെ അതിന്റെ ഓരോ പെർഫോമൻസുകൾ എന്താണ്, ആ ഇൻഡെക്സുകളുടെ പ്രത്യേകതകൾ, ആ ഇൻഡെക്സിൽ ഓരോ രാജ്യം മുന്നിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ആദ്യം എന്താണ് നിലവിൽ വന്നത്? 1991 91 വന്നത് നോക്കാം. ഏറ്റവും ലളിതവും പരമ്പരാഗതവുമായ വികസന സൂചികയാണ് ഇത്. അല്ലാട്ടോ, ഏറ്റവും ലളിതവും പരമ്പരാഗതവുമായി കണക്കാക്കുന്ന വികസന സൂചിക പെർ ക്യാപിറ്റ ഇൻഡെക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതെന്തായാലും തീർച്ചയായും മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ മാനവ വികസന സൂചിക 1991 വന്നത്, 90 കേട്ടോ. ദെൻ ഇത് തയ്യാറാക്കുന്നത് UNDP ആണ്. ശരിയാണ്, UNDP തന്നെയാണ് തയ്യാറാക്കുന്നത്. ദെൻ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 132 നമുക്ക് തന്നിട്ടുള്ളത്. ആണോ? ശരിയാണ് കേട്ടോ. അപ്പൊ 132 തന്നെയാണ് 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ ഇതിലെ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അതിൽ 90 എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ആക്ച്വലി ശരിയായ ഉത്തരം C&D എന്നുള്ളതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 മാനവ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെയാണ്? ഇത് ആക്ച്വലി മുൻപത്തേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ, ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ 2023 മാനവ സന്തോഷ സൂചിക അഥവാ എന്താ നമുക്ക് പറയാം, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് അല്ലേ? ഇതിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണെന്ന് അറിയോ ഇന്ത്യയുടെ സ്ഥാനം? 136 കേട്ടോ. 136 ഇന്ത്യയുടെ സ്ഥാനം. അതേസമയം ഫസ്റ്റ് പൊസിഷൻ കിട്ടിയത് ഏത് രാജ്യത്തിനാണെന്നറിയോ? ഫിൻലാൻഡിനാണ്. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഫിൻലാൻഡിനാണ് ഫസ്റ്റ് പൊസിഷൻ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഇൻഡെക്സിലെ ഫസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച രാജ്യം ഏതാന്നൊക്കെ. അപ്പോൾ നേരത്തെ കണ്ട ആ എന്താണ് നമ്മുടെ മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ പറ്റുമോ? എന്താണ്? അതായത് ഈ പറയുന്ന ഈ ഇൻഡെക്സ് ഉണ്ടല്ലോ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്താണ് വികസിതം, അതുപോലെ വികസ്വരം, അവികസിതം. അതായത് നമ്മൾ പറയില്ലേ ഡെവലപ്ഡ് നേഷൻ, അണ്ടർ ഡെവലപ്ഡ്, അതുപോലെ ഡെവലപ്പിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ, ആ ഒരു ക്ലാസിഫിക്കേഷൻ വികസിതം, വികസ്വരം, അവികസിതം എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷനുള്ള അളവുകോൽ എന്താണ്? ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് ആ ഒരു ഇൻഡെക്സ് തയ്യാറാക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. നിലവിൽ വന്നത് 1990. ഓക്കെ, അപ്പോൾ ഇത് പറയാൻ വിട്ടുപോയി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കി, താഴെ പറയുന്നതിൽ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ്, അതായത് സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. ഓക്കെ, ഏതാണെന്നാണ്? ഖനനം ഏതാണെന്നറിയോ? ഖനനം എന്ന് പറയുന്നത് ആക്ച്വലി പ്രൈമറി സെക്ടറിൽ വരുന്നതാണ് കേട്ടോ. ഇനി കെട്ടിട നിർമ്മാണം അത് ഉൾപ്പെടുന്നതാണോ? കെട്ടിട നിർമ്മാണം നോക്കാം അല്ലെ. ഗതാഗതം എന്ന് പറയുന്നത് ഇതിലാണെന്നറിയോ? കൺഫ്യൂഷൻ വരരുത്, ടേഴ്ഷ്യറി സെക്ടറിലാണ് കേട്ടോ. ഇനി ഇവയൊന്നും അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലെ. കെട്ടിട നിർമ്മാണം ഏത് സെക്ടറാണ്? സെക്കൻഡറി സെക്ടറാണ്. നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉള്ളത് ഈ ഗതാഗതം, ഖനനം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഒരു ടേബിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. കെട്ടിട നിർമ്മാണം മാത്രമല്ല, ഇപ്പോൾ ജലവിതരണം പറയുകയാണെങ്കിൽ അത് ഏതിലാണെന്നറിയോ വരിക? സെക്കൻഡറി സെക്ടറിൽ തന്നെയാണ് കേട്ടോ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതെന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികൾ ഒരു പഞ്ചവത്സര പദ്ധതിയിലും ഏതെങ്കിലാണ് നടപ്പിലാക്കിയെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, കാരണം അത് ഏതിലാണെന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഏതാണെന്നറിയോ? 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2007-2012 കാലഘട്ടത്തിലുള്ള 11ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അത് ആക്ച്വലി വരുന്നത് 2010 കേട്ടോ. 2010 അത് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് സ്കീം വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന എന്ന് പറയുന്നതും 2010 നിലവിൽ വന്നത് ഈ പറയുന്ന 11ാം പഞ്ചവത്സര പദ്ധതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ആ ഒരു ലക്ഷ്യം എന്തായിരുന്നു? ആക്ച്വലി ആ ഒരു എന്താ പറയുക മോട്ടോ എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു അറിയോ?
ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതായിരുന്നു. ഓക്കെ, പ്രഖ്യാപിതമായിട്ടുള്ള ആ ഒരു ലക്ഷ്യം ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതായിരുന്നു, എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നോക്കിയേ, ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം CDP. എല്ലാവർക്കും അറിയാമായിരിക്കും, ഇത് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എക്സാക്ട് ആയിട്ട്. ഏതാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അല്ലെ? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്നാണ് വന്നത്? 1951-56 അല്ലേ? അപ്പോൾ ആ ഒരു റേഞ്ചിലായിരിക്കും. എന്നാലും നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് 56 ഉള്ളതുകൊണ്ട് ആൻസർ ഡയറക്റ്റ് പറയാം. 1952 ആണ് കേട്ടോ. 1952ലാണ് CDP വരുന്നത്. CDP മാത്രമല്ല, CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ 1951 വന്നത് അല്ലേ? ദെൻ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ, അതും എന്താണ് 1953 വന്ന UGC. അതുപോലെ തന്നെ എന്താണ് പറയുക, മുതലിയാർ കമ്മീഷൻ. ഓക്കെ, സെക്കൻഡറി എഡ്യൂക്കേഷനെ സംബന്ധിച്ച് വന്ന മുതലിയാർ കമ്മീഷൻ. ഇതൊക്കെ ആക്ച്വലി എന്തിലാണ് വന്നത്? ഈ പറയുന്ന ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ സമയത്ത് തന്നെയാണ് വന്നത്. 52-53ലാണ് കേട്ടോ മുതലിയാർ കമ്മീഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ആൻസർ 1952 ആണ്. മാത്രമല്ല ഫസ്റ്റ് 5 ഇയർ പ്ലാനിന് ഹാരോഡ് ഡോമർ മോഡൽ എന്നാണല്ലേ അറിയപ്പെടുന്നത്. അതുപോലെ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയത്, അതുപോലെ തന്നെ 5 IITs സ്ഥാപിതമായത്, അതായത് ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹിയിലൊക്കെ സ്ഥാപിതമായത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ്. അപ്പോൾ 5 ഇയർ പ്ലാനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. എസ്പെഷ്യലി ഫസ്റ്റ്, 5th, 11th, 12th. എനിവേസ് നമ്മൾ ആ എല്ലാം തന്നെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഓരോന്നിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സ്കീമുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ 12 ചോദ്യങ്ങൾ കണ്ടു. ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ അസോസിയേറ്റഡ് ഫാക്ട്സും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൺസെപ്റ്റുകൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. എനിവേസ് ഇതിൻ്റെയൊക്കെ ബേസിക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.